ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ പല കേസുകളും ശിഫയായിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ 41 ദിവസം 41 പ്രാവശ്യം തുടർച്ചയായി ഓതി ഈ ഒരു രോഗിയെ മന്ത്രിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പോലും കൈയൊഴിഞ്ഞ രോഗങ്ങൾക്ക് ശിഫ അല്ലാഹു തആല കൊടുക്കുന്നതാണ്. പെട്ടെന്നൊരു ക്ഷീണം വന്നു, അല്ലെങ്കിൽ എന്താണ് ഒരു അസ്വസ്ഥത വന്നു, ടെൻഷൻ വന്നു, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് സ്വന്തമായി നമുക്ക് മന്ത്രിക്കാവുന്നതാണ്. എല്ലാ കാര്യവും തുടങ്ങുന്നതിന് മുമ്പ്, ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അതിൽ ബറക്കത്ത് കൊടുക്കുന്നതാണ്. യാത്ര പോകുന്ന സമയത്ത് വാഹനത്തിൽ കയറിയിട്ട് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ ആ യാത്രയിൽ അല്ലാഹു തആല ഖൈറ് കൊടുക്കുന്നതാണ്, അപകടങ്ങളെ തൊട്ടുള്ള കാവൽ കൊടുക്കുന്നതാണ്. മരണപ്പെട്ട വ്യക്തികൾക്ക് വേണ്ടി, മരണപ്പെട്ട നമ്മുടെ ഉമ്മ വാപ്പ അവർക്കൊക്കെ വേണ്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്താൽ അവർക്കത് വലിയൊരു സമ്മാനമായി അല്ലാഹു തആല ഖബറിൽ അതിന്റെ പ്രതിഫലം എത്തിച്ചു കൊടുക്കുന്നതാണ്. സിഹ്ർ, കണ്ണേറ്, കരിനാക്ക്, അസൂയ ഇതിനെ തൊട്ടുള്ള കാവൽ കിട്ടാൻ 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുടിക്കാവുന്നതാണ്. സാമ്പത്തികമായ ഭദ്രത ഉണ്ടാവാൻ സൂറത്തുൽ ഫാത്തിഹ നിത്യമായി ഓതണമെന്നാണ്. ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു തആല അവനിക്ക് ഒരുപാട് കാവൽ കൊടുക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തുൽ ഫാത്തിഹ ഇത് എല്ലാത്തിനും ഒരു പരിഹാരമാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട്, ഏകദേശം 30-ലധികം വരുന്ന പ്രതിഫലങ്ങളാണ്, നേട്ടങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ കിട്ടുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു വലിയൊരു പിടിവള്ളിയായി സൂറത്തുൽ ഫാത്തിഹ മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹ അത് സ്ഥിരമായി നിത്യമായി ഓതാനും, നിസ്കാരത്തിലല്ലോ അതല്ലാത്ത സമയത്തും ഒരുപാട് കണ്ട് ഓതാനും, ആ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ടോ അത് മുഴുവൻ കരസ്ഥമാക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ആളുകളാണ് ദുആ വസിയത്തായി ഒരുപാട് കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ. നമുക്ക് എല്ലാവർക്കും സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമ്മൾ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം തരട്ടെ, എല്ലാ രോഗങ്ങളും അല്ലാഹു തആല മാറ്റി തരട്ടെ. ഒരുപാട് ഉമ്മമാര്, ഒരുപാട് വാപ്പമാര്, സഹോദരിമാർ അവരൊക്കെ ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും സലാമത്താക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരു ഫാത്തിഹ സൂറത്ത് ഓതാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. الحمد لله. الله تعالى قبول ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ.